മോഹൻപിള്ള, ഇവിടെ നമ്മൾ കഴിഞ്ഞ 1.5 വർഷം കണ്ടത് സമാനതകളില്ലാത്ത ലോക ചരിത്രം അല്ലെങ്കിൽ മാനവരാശി ഇത്ര ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രത്തോളം മരണങ്ങൾ കണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് മറുപടി. 46,000-ൽ ഏതാണ്ട് 37,000 പേർ സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രമാണെന്ന് പറയുന്നു. 11,000-ഓളം പേർ കുട്ടികളാണെന്ന് പറയുന്നു, കുട്ടികളാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് സ്കൂളുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, അങ്ങനെ ഇസ്രായേൽ ബോംബിടാതെ 82% അവിടുത്തെ ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടു എന്ന് പറയുകയാണ് ഈ പറയുന്ന 1.5 വർഷത്തിനിടയിൽ. 80,000 ടൺ സ്ഫോടക വസ്തു അതിനുമേൽ വർഷിച്ചു എന്ന് പറയുകയാണ്. വെടിനിർത്തൽ കരാർ ലംഘിക്കൽ ഇസ്രായേലിൻ്റെ ഒരു ശീലമാണ്. ആ ശീലം ഇക്കുറി അവർ മാറ്റും എന്ന് പ്രതീക്ഷിക്കാമോ? ഗസയിൽ, പശ്ചിമേഷ്യയിൽ സമാധാനം പുലരും എന്ന് ആത്മാർത്ഥമായി മനസ്സാക്ഷിയുള്ളവർക്ക് പ്രതീക്ഷിക്കാമോ? ബ്രിഗേഡിയർ മോഹൻപിള്ള. ഈ രണ്ട് ചോദ്യങ്ങളും ഉത്തരം എൻ്റെ അഭിപ്രായത്തിൽ നോ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒന്നാമത്തെ കാരണം ഫണ്ടമെൻ്റലായിട്ടുള്ള ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യാതെ, അത് തീർക്കാതെ ഒരു പുറമേയുള്ള കോസ്മെറ്റിക് സർജറി ചെയ്തതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നൗ ഈ സീസ് ഫയർ എന്ന് പറയുന്നത് ഇത് ഏതാണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ മോർ ഓർ ലെസ് സെയിം ജൂലൈയിൽ പ്രപ്പോസ് ചെയ്തതാണ്. പക്ഷേ പരസ്പരം പഴിചാരി, അതായത് ഹമാസിനെ പഴിചാരി അവരെഗ്രി ആവുന്നില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ വെളിച്ചത്ത് വരുന്ന സംഭവം എന്തെന്ന് ചോദിച്ചാൽ ഇസ്രയേൽ അതിനോട് താല്പര്യം കാണിച്ചിരുന്നില്ല എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ഒരു ചോദ്യം ഉദിക്കുന്നത്, എന്തുകൊണ്ട് ഇപ്പോൾ ഇസ്രയേൽ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു അന്ന് ജൂലൈയിൽ അബാൻഡൻ ചെയ്ത ഈ എഗ്രിമെൻ്റ് വീണ്ടും പൊടി തട്ടി എടുത്തുകൊണ്ട് വന്ന് വീണ്ടും ഇതെന്തുകൊണ്ട് ഇവർ അംഗീകരിക്കുന്നു എന്നുള്ളതിൽ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ബിക്കോസ് US ഇലക്ഷന് ശേഷം, അത് ഇതിനു മുമ്പുള്ള എല്ലാ ചർച്ചയിലും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും US ഇലക്ഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് നമുക്കിത് വായിച്ചെടുക്കേണ്ടത്. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണാധികാരി US അധികാരത്തിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ബെന്യാമിൻ നെതന്യാഹുവിന് വേറെ ഒന്നും പറയുവാനില്ലാത്തൊരവസ്ഥ. കാര്യം US കൺട്രോളിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ ഉള്ളത്. അപ്പോൾ അവർക്കും ഒരു മറു ചോദ്യം അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്നൊരു സംഭവം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. രണ്ടാമത്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒന്നാം ഘട്ടം എല്ലാവരും ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലും നടക്കണം എന്നുള്ളത്. ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് പ്രശ്നമുള്ളത് കാശ്മീർ. കാരണം 2ഉം 3ഉം ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രണ്ടാം ഘട്ടത്തിൽ അവർ പറയുന്നത് എൻ്റെ ഇസ്രയേലീസ് അവർ മൂവ് ചെയ്ത് അവിടുന്ന് പോകണമെന്നാണ് പറയുന്നത്. അതിന് ഇസ്രയേലി സമ്മതിക്കും എന്ന് തോന്നുന്നില്ല. അവിടെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. എൻ്റെ ഇസ്രയേലി ഷുഡ് മൂവ് ബാക്ക്. രണ്ടാമത്, ഇസ്രയേലിന് താല്പര്യമില്ല ഹമാസിന് അവർ അഡ്മിനിസ്ട്രേഷൻ ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഹമാസ് അല്ലാതെ അവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൂളിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ വീക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹമാസിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. ഹമാസിന് ഹാൻഡ് ഓവർ ചെയ്യാൻ ഇസ്രയേലീസ് തയ്യാറല്ല. അപ്പം ഇങ്ങനെയുള്ള, അത് ഇപ്പോഴത്തെ അല്ല, സെക്കൻഡ് ഫേസ് ആണ് വരുന്നത്. അപ്പം കാശ്മീരിനോട് ചോദ്യത്തിനുള്ള പ്രസക്തി അവിടെയാണ് വരുന്നത്. റീസൺ, അതായത് സ്ഥിരമായിട്ട് നമുക്കിത് വിശ്വസിക്കാമോ പശ്ചിമേഷ്യയിൽ സമാധാനം എന്നുള്ളത്, അത് ഒരു വിദൂര സ്വപ്നമായിട്ട് തന്നെ നിലകൊള്ളും. അടിസ്ഥാനപരമായിട്ട് അവിടെ പാലസ്തീൻ എന്ന് പറയുന്ന അവരുടെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഡിമാൻഡ് എന്താണോ അത് ഫുൾഫിൽ ചെയ്യുന്നതുവരെ തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് ഒരു കാരണവശാലും പ്രതീക്ഷിക്കാൻ യാതൊരു